ഹായ് ഓൾ, വെൽക്കം ടു ദ വേൾഡ് ഓഫ് മലയാളം ട്രാൻസ്ലേഷൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള റൈറ്ററായ വിർജീനിയ വൂൾഫിൻ്റെ ഏറ്റവും ഫേമസ് വർക്കായ ടു ദ ലൈറ്റ് ഹൗസ് ആണ്. സോ വിർജീനിയ വൂൾഫിൻ്റെ പ്രൊഫൈൽ ഒന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അഡലൈൻ വിർജീനിയ വൂൾഫ് എന്നതാണ് അവരുടെ ഫുൾ നെയിം. 1882 ജനുവരി 25 വിർജീനിയ വൂൾഫ് ജനിക്കുന്നത്. ഷി വാസ് എൻ ഇംഗ്ലീഷ് റൈറ്റർ, എസ്സേയിസ്റ്റ്, നോവലിസ്റ്റ്, പബ്ലിഷർ, ക്രിട്ടിക് ഒക്കെ ആയിരുന്നു. അതിലുപരി 20th സെഞ്ച്വറി ഓതേഴ്സിനിടയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മോഡേണിസ്റ്റ് കൂടിയായിരുന്നു. ആൻഡ് ഓഫ് കോഴ്സ് ഷീ വാസ് ദ പയനിയർ ഓഫ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് എന്ന് പറയുന്ന നരേറ്റീവ് ഡിവൈസിൻ്റെ പയനിയർ കൂടിയായിരുന്നു വിർജീനിയ വൂൾഫ്. വിർജീനിയ വൂൾഫിൻ്റെ ഫാമിലി ഡീറ്റെയിൽസ് പറഞ്ഞു കഴിഞ്ഞാൽ വിർജീനിയ വൂൾഫിൻ്റെ അച്ഛൻ ലെസ്ലി സ്റ്റീഫൻ ആൻഡ് വിർജീനിയ വൂൾഫിൻ്റെ അമ്മ ജൂലിയ സ്റ്റീഫൻ. സോ ലെസ്ലി സ്റ്റീഫൻ എന്ന് പറയുന്ന വിർജീനിയ വൂൾഫിൻ്റെ ഫാദർ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റൈറ്ററാണ്, ഹിസ്റ്റോറിയനാണ്, എസ്സേയിസ്റ്റാണ്, ബയോഗ്രാഫറാണ് ആൻഡ് ഓൾസോ മൗണ്ടനിയറാണ്. വിർജീനിയ വൂൾഫിന് അങ്ങനെ ഒരു പേര് വരാൻ കാരണം വിർജീനിയ വൂൾഫിൻ്റെ മദറിൻ്റെ എൽഡർ സിസ്റ്റർ, അതായത് അമ്മയുടെ മൂത്ത ചേച്ചിയുടെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ലിൻ മരിയ ജാക്സൺ എന്നായിരുന്നു. അതുപോലെ വിർജീനിയ വൂൾഫിൻ്റെ അമ്മയുടെ ഓണ്ടിൻ്റെ പേര് വിർജീനിയ പാറ്റൽ എന്നായിരുന്നു. ഈ രണ്ട് പേരിൽ നിന്നും കണക്ട് ചെയ്തിട്ടാണ് അഡ്ലൈൻ വിർജീനിയ വൂൾഫ് എന്നുള്ള നെയിം വന്നത്. പക്ഷേ വിർജീനിയ ജനിച്ച് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ്, അതായത് വിർജീനിയ ജനിച്ചതിന് ശേഷം വിർജീനിയയുടെ അതായത് വിർജീനിയയുടെ അമ്മയുടെ ഓണ്ടായ അഡ്ലിൻ മരിച്ചുപോയി. അതുകൊണ്ട് തന്നെ ഈ അഡ്ലിൻ എന്ന് പറയുന്ന ആ നെയിം അവരുടെ ഫാമിലിയിൽ പിന്നെ ഫസ്റ്റ് ടൈം യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കോമൺ ആയിട്ടും കേൾക്കുന്നത് വിർജീനിയ വൂൾഫ് എന്നുള്ള ആ ഒരു പേര് തന്നെയാണ് നമ്മൾ എല്ലായിടത്തും കേട്ടിരുന്നത്. വിർജീനിയ വൂൾഫിൻ്റെ അവസാന കാലഘട്ടം എന്ന് പറയുന്നത് വളരെ കഷ്ടം നിറഞ്ഞതായിരുന്നു. അതായത് കുറേ ഡിപ്രസ്ഡ് മോഡിലൂടെയൊക്കെ കടന്നുപോയി എന്നും പറയപ്പെടുന്നുണ്ട്. സോ അവരുടെ ലാസ്റ്റ് ഡേയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂയിസൈഡ് ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. അവരുടെ പോക്കറ്റിൽ ഒരുപാട് കല്ലുകളെല്ലാം നിറച്ച ശേഷം അവരൊരു നദിയിലേക്ക് എടുത്ത് ചാടുകയും അങ്ങനെ മുങ്ങി മരിക്കുകയാണ് ചെയ്തത്. സോ നമുക്ക് ലൈറ്റ് ഹൗസിലേക്ക് പോവാം. സോ ദ നോവൽ ഈസ് ടു ദ ലൈറ്റ് ഹൗസ്. 1927 വിർജീനിയ വൂൾഫിൻ്റെ ടു ദ ലൈറ്റ് ഹൗസ് എന്ന് പറയുന്ന നോവൽ ഇറങ്ങുന്നത്. സോ ഇതിലെ മെയിൻ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് റാംസെ ഫാമിലിയാണ്. സോ മിസ്റ്റർ റാംസെ ആൻഡ് മിസസ് റാംസെ. മിസ്റ്റർ റാംസെ ആൻഡ് മിസസ് റാംസെ 1910 1920 ഇടയിൽ സ്കോട്ട്ലൻഡിലെ ഒരു പ്ലേസായ ഐൽ ഓഫ് സ്കൈ അത് വിസിറ്റ് ചെയ്യുന്നതാണ് ഇതിലെ മെയിൻ സ്റ്റോറി ആയിട്ട് പറയുന്നത്. ആൻഡ് ഈ സ്റ്റോറിയിൽ മൾട്ടിപ്പിൾ നറേറ്റേഴ്സ് വരുന്നുണ്ട്, ഒരുപാടുണ്ട്. ആൻഡ് ഇതിലെ ക്യാരക്ടേഴ്സിൽ കൂടാതെ, അതായത് മെയിൻ ക്യാരക്ടറായ മിസ്റ്റർ റാംസെയും അതുപോലെ മിസസ് റാംസെയും കൂടാതെ അവർക്ക് 8 കിഡ്സ് ആണുള്ളത്. അതുപോലെ മിസ്റ്റർ റാംസെ ഒരു ഫിലോസഫർ കൂടിയായിരുന്നു. സോ ഇവരുടെ 8 കിഡ്സിൻ്റെ നെയിംസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻഡ്രൂ, ജാസ്പർ, റോഗർ, പ്രൂ, റോസ്, നാൻസി, ക്യാം. സോ നമുക്ക് പാർട്ട് 1 പോവാം. പാർട്ട് 1 നമ്മൾ പറഞ്ഞ ദ വിൻഡോ ആണ്. സോ ദ വിൻഡോ ഓപ്പൺ ചെയ്യുന്നത് വേൾഡ് വാറിന് തൊട്ട് മുൻപായിട്ടാണ്. സോ ഫസ്റ്റ് പാർട്ടിൽ പറയുന്നത് ഈ ഫാമിലിയെക്കുറിച്ച് തന്നെയാണ്. സോ മിസ്റ്റർ റാംസെയും മിസസ് റാംസെയും കൂടെ അവരുടെ ഗസ്റ്റും അവരുടെ മക്കളും എല്ലാവരും കൂടെ ഐൽ ഓഫ് സ്കൈ വിസിറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇതാണ് പാർട്ട് 1 പറയുന്നത്. ആൻഡ് ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹസ്ബൻഡ് ഒരു ഫിലോസഫറാണ്. ഫിലോസഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കുഴപ്പം പിടിച്ച ഒരു ഫിലോസഫറാണ്. എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന, നോർമലി എപ്പോഴും ദേഷ്യം വരുന്ന, എല്ലാ കാര്യത്തിനും എതിർത്തൊക്കെ പറയുന്ന ഒരു മനുഷ്യൻ. പക്ഷേ അവരുടെ വൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള, എപ്പോഴും വളരെ ആക്റ്റീവായിട്ടുള്ള, എല്ലാവരെയും ഒരുമിച്ച് നിർത്താൻ കഴിവുള്ള ഒരു ലേഡിയായിരുന്നു മിസസ് റാംസെ. അപ്പോൾ മിസസ് റാംസെ കാരണമാണ് ഇവരുടെ ഫാമിലിയും ഫ്രണ്ട്സും അതുപോലെ റിലേറ്റീവ്സും മക്കളും ഒക്കെ വളരെ കണക്റ്റഡ് ആയിട്ട് എപ്പോഴും ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവരെല്ലാവരും ഒരുമിച്ച് പോകുന്നത് എന്നും പറയുന്നുണ്ട്. കാരണം മിസ്റ്റർ റാംസെ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നത് കൊണ്ട് അയാളുടെ ക്യാരക്ടർ ഒരു ട്രബിൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഏറ്റവും ആക്റ്റീവായിട്ടുള്ള ക്യാരക്ടർ ഈ മിസസ് റാംസെയാണ്. പിന്നെ അവരുടെ വീട്ടിലേക്ക് ഒരുപാട് ഗസ്റ്റൊക്കെ വരുന്നുണ്ട്. ഓരോരുത്തരുടെയും ഡീറ്റെയിൽസ് ഞാൻ പറയാം. ആൻഡ് ഇവർ എല്ലാവരും കൂടെ പ്ലാൻ ചെയ്യുന്നത് ലൈറ്റ് ഹൗസ് വിസിറ്റ് ചെയ്യാനുള്ള പ്ലാനിലേക്കാണ് പോകുന്നത്. സോ അങ്ങനെ ഇവർ തമ്മിലുള്ളൊരു കോൺവെർസേഷനാണ് തുടങ്ങുന്നത്. മിസസ് റാംസെ അവരുടെ മകനായിട്ടുള്ള ജെയിംസ്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആൻഡ്രൂ, ജാസ്പർ, റോജർ, പ്രൂ, റോസ്, നാൻസി, ക്യാം, ജെയിംസ്.
അതിൽ ജെയിംസിനോട് പറയുകയാണ് അടുത്ത ദിവസം നമ്മൾ എന്തായാലും ലൈറ്റ് ഹൗസ് വിസിറ്റ് ചെയ്യാൻ പോകും എന്ന് വാക്ക് കൊടുക്കുകയാണ്. അപ്പോൾ കുട്ടികളല്ലേ, കുട്ടികളോട് ഇങ്ങനെ വാക്ക് കൊടുക്കുമ്പോൾ അവരിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും എപ്പോൾ പോവും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ജെയിംസിനൊരു പ്രോമിസ് കൊടുക്കുകയാണ്, നമ്മൾ ഉറപ്പായിട്ട് അടുത്ത ദിവസം, അതായത് നാളെ തന്നെ നമ്മൾ ലൈറ്റ് ഹൗസ് കാണാൻ വേണ്ടി പോവുകയാണ് എന്ന് പറയും. അപ്പോൾ തന്നെ നമ്മുടെ ഫിലോസഫർ ചാടി വീഴുന്നു. അതായത് ഒബ്വിയസ്ലി അഭിപ്രായം പറയാൻ വരുമല്ലോ. അപ്പോൾ ഫിലോസഫറായ റാംസി പറയാണ്, അവരുടെ അച്ഛനായ റാംസി പറയാണ്, ഇങ്ങനെ നമ്മൾ അടുത്ത ദിവസം പോവും, കാരണം ക്ലൈമറ്റ് വളരെ മോശമാണ്, എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം, ലൈക്ക് ഇപ്പോൾ വെതർ ശരിയല്ല, അതുകൊണ്ട് നമുക്ക് എങ്ങനെ പോകാൻ പറ്റും എന്ന് ചോദിക്കും. അപ്പോൾ മിസ്സസ് റാംസി പറയും അതിനെന്താ, അത് വലിയ കുഴപ്പമൊന്നുമില്ല, നമുക്ക് പോകാം എന്ന് പറയും. അപ്പോൾ ഈ മിസ്സസ് റാംസി അങ്ങനെ പറയുമ്പോൾ മിസ്റ്റർ റാംസിക്ക് ഒബ്വിയസ്ലി ദേഷ്യം വരുന്നു. പിന്നെ അവർ തമ്മിലൊരു വഴക്കാണ് അവിടെ നടക്കുന്നത്. അതായത് മിസ്റ്റർ റാംസിയും മിസ്സസ് റാംസിയും തമ്മിലൊരു വഴക്ക്, അതുപോലെ മിസ്റ്റർ റാംസിയും ജെയിംസും തമ്മിലൊരു വഴക്ക്. കാരണം അമ്മയും മകനും ഇപ്പോൾ ഈ സീനിൽ വളരെ ഒരുമിച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ മകനോട് പറയുകയാണ് നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു വാക്ക് കൊടുത്തു. അപ്പോൾ മകൻ വളരെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. കുട്ടികളാണല്ലോ, അപ്പോൾ കുട്ടികളുടെ ഇടയിൽ പെട്ടെന്ന് ഒരാൾ വന്നിട്ട് പറ്റില്ല, പോകാൻ പറ്റില്ല, ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ ആ പറഞ്ഞ ആളോട് കുട്ടികൾക്കും ദേഷ്യം വരും. സോ അതുപോലെ മിസ്റ്റർ റാംസിയും ജെയിംസും തമ്മിലൊരു വഴക്ക്, അതുപോലെ മിസ്സസ് റാംസിയും മിസ്റ്റർ റാംസിയും തമ്മിലൊരു വഴക്കാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഇവരുടെ വീട്ടിലേക്ക് ഗസ്റ്റ് വരുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. ഒരുപാട് പേര് വരുന്നുണ്ട്. ഓരോരുത്തരെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ഫസ്റ്റ് ആളെന്ന് പറയുന്നത് ലില്ലി ബ്രിസ്കോ ആണ്. ലില്ലി ബ്രിസ്കോ എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു പെയിൻറ്ററാണ്. പെയിൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ ചിത്രങ്ങളൊക്കെ വരയ്ക്കുന്ന ഒരു ആളാണ്. സോ ഈ ലില്ലി ബ്രിസ്കോ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ത് പെയിൻറ്റിംഗ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ്സസ് റാംസി ഒരു കഥ വായിക്കുന്നത്, അതായത് ജെയിംസിന് വേണ്ടിയിട്ട് വിൻഡോയുടെ അടുത്തിരുന്നിട്ട് ഒരു സ്റ്റോറി വായിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ജെയിംസ് വെറും 6 വയസ്സുള്ളൊരു കുട്ടിയാണ് കേട്ടോ. സോ ജെയിംസിന് വേണ്ടിയിട്ട് ഒരു കഥ വായിച്ചു കൊടുക്കുന്ന ഒരു ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വരയ്ക്കുന്ന പെയിൻറ്റിങ് എന്ന് പറയുന്നത് ഒരു പേർപ്പിൾ ട്രയാങ്കിൾ ഫോമിലാണ് വരച്ചുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല അത് ഇൻകംപ്ലീറ്റ് ആണ്, കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ആളെ കൊണ്ട് സാധിച്ചിട്ടില്ല. ഇനി അടുത്ത ഗസ്റ്റ് എന്ന് പറയുന്നത് ചാൾസ് ടാൻസ്ലിയാണ്. ഞാൻ പറഞ്ഞല്ലോ മിസ്റ്റർ റാംസി ഒരു ഫിലോസഫറാണെന്ന് പറഞ്ഞല്ലോ. സോ ചാൾസ് ടാൻസ്ലി എന്ന് പറയുന്നത് റാംസിയുടെ ഒരു സ്റ്റുഡൻ്റാണ്. സോ ഈ സ്റ്റുഡൻറ്റ് വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ത്രീകളെ കൊണ്ട് ഒന്നിനും പറ്റില്ല, ലൈക്ക് അവരെ കൊണ്ട് പെയിൻറ്റിങ് ചെയ്യാനോ അല്ലെങ്കിൽ പഠിക്കാനോ എഴുതാനോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും അവർക്ക് കഴിവില്ല, അവരെ കൊണ്ട് സാധിക്കില്ല എന്നാണ് അയാൾ വിശ്വസിക്കുന്നത്. നെക്സ്റ്റ് ഗസ്റ്റ് വില്യം ബാങ്ക്സ് ആണ്. അയാളൊരു വിഡോവറാണ്, അതുപോലെ ഒരു ബോട്ടണിസ്റ്റാണ്. നെക്സ്റ്റ് ഗസ്റ്റ് അഗസ്റ്റസ് ഷാർമൈക്കിളാണ്. അഗസ്റ്റസ് ഷാർമൈക്കിൾ മോസ്റ്റ് പ്രോബബ്ലി ഒപ്പിയം യൂസ് ചെയ്യുന്ന ഒരു പോയിറ്റാണ്. സോ ഈ വിൻഡോ എന്ന് പറയുന്ന ഈ സെഷൻ ക്ലോസ് ചെയ്യുന്നത് ഒരു ഡിന്നർ പാർട്ടിയിലാണ്. സോ ഈ ഗസ്റ്റ് എല്ലാവരും റാംസി ഫാമിലിയുടെ വീട്ടിലേക്ക് വരികയാണ്. സോ വീട്ടിലേക്ക് വന്ന ശേഷം വളരെ അൺസക്സസ്ഫുള്ളായിട്ടാണ് ആ പാർട്ടി എൻഡ് ആവുന്നത്. കാരണം ആ പാർട്ടി നന്നായി പോവില്ല. എൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ കുറേ ഗസ്റ്റ് നേരത്തെ വരും, കുറച്ച് പേര് ലേറ്റായിട്ട് വരും. അപ്പോൾ ഒരു ഫാമിലിയിൽ ഇപ്പോൾ ഗസ്റ്റ് വരുന്നു എന്ന് പറഞ്ഞ് ഫുഡെല്ലാം പ്രിപ്പയർ ചെയ്ത് വെക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് വന്നാലല്ലേ ഒരുമിച്ചിരുന്ന് കഴിക്കാൻ പറ്റൂ. അപ്പോൾ കുറച്ച് പേര് നേരത്തെ വരും, എന്നിട്ട് ബാക്കിയുള്ളവരെ വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ വരുന്ന ആൾക്കാർക്ക് ഫുഡ് കൊടുക്കണ്ടേ. അപ്പോൾ ഇങ്ങനെ കുറച്ച് പേര് നേരത്തെ വന്നു, കുറച്ച് പേര് ലേറ്റായി വരുമ്പോൾ അതൊരു പ്രശ്നമാവും. അതുമാത്രമല്ല നമ്മൾ പറഞ്ഞ അഗസ്റ്റസ് വീണ്ടും സൂപ്പ് ചോദിക്കുന്നുണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ മിസ്സസ് റാംസിക്ക് പെട്ടെന്ന് ദേഷ്യം വരും, കാരണം എല്ലാവർക്കും കൊടുക്കാനുള്ളതല്ലേ. അപ്പോൾ ഫസ്റ്റ് സെർവ് ചെയ്തു, അത് പോരാഞ്ഞിട്ട് രണ്ടാമത് വീണ്ടും ചോദിക്കുമ്പോൾ അവർ ചൂടാവുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചാൾസ് ടാൻസ്ലിക്ക് സ്ത്രീകളോട് ഭയങ്കര, അതായത് സ്ത്രീകൾക്കൊന്നിനും കഴിവില്ല, അവരെ കൊണ്ട് വരയ്ക്കാനോ പഠിക്കാനോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല എന്നൊരു മൈൻഡുള്ള ആളാണല്ലോ. സോ അയാൾ കിട്ടിയ സമയം കൊണ്ട് ലില്ലിയോട് വഴക്കുണ്ടാക്കാൻ നിൽക്കുന്നു. അങ്ങനെ അവിടെയുള്ള ക്യാരക്ടേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വഴക്കുണ്ടാക്കി അവരുടെ ക്യാരക്ടർ എങ്ങനെയാണെന്ന് മറ്റുള്ളവരുടെ മുന്നിലേക്ക് കാണിച്ചു തരുന്നതാണ് പാർട്ട് 1 പറയുന്നത്. സോ പാർട്ട് 1 ഇവിടെ ഇങ്ങനെ അവസാനിക്കുകയാണ്. ഇനി പാർട്ട് 2 എന്ന് പറയുന്നത് ടൈം പാസസ് എന്ന് പറയുന്ന ടൈറ്റിലോട് കൂടിയാണ് തുടങ്ങുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് മറ്റേത് വേൾഡ് വാറിന് തൊട്ട് മുൻപുള്ളതാണ്. ഇത് 10 വർഷം കഴിഞ്ഞിട്ട്, വേൾഡ് വാറിൻ്റെ അവസാനം 10 വർഷം കഴിഞ്ഞ ശേഷമുള്ള കഥയാണ് പറയുന്നത്. ഇവിടെ ഈ ക്യാരക്ടറിൽ നമ്മുടെ മെയിൻ ക്യാരക്ടറായിട്ടുള്ള മിസ്സസ് റാംസി ഇല്ല. മിസ്സസ് റാംസി മരിച്ചു.
അപ്പോൾ മിസസ് റാംസെ എങ്ങനെ മരിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ മിസസ് റാംസെക്ക് പ്രൂ എന്ന് പറയുന്ന ഒരു മകൾ ജനിക്കുന്നു. അപ്പോൾ കുട്ടി ജനിക്കുന്ന സമയത്തുള്ള ചൈൽഡ് ബർത്ത് ഇഷ്യൂസ് കാരണമാണ് റാംസെ മരിക്കുന്നത്. അപ്പോൾ ഞാൻ വേറൊരു മകനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആൻഡ്രൂ എന്ന് പറയുന്ന മകനും ഈ വേൾഡ് വാറിൻ്റെ ഭാഗമായിട്ട് മരണപ്പെടുന്നുണ്ട്. ഇനി ബാക്കിയുള്ളത് ജാസ്പർ, റോസ്, നാൻസി, ക്യാം ആൻഡ് ജെയിംസ് ആണ്. ബാക്കി റോജറും ഉണ്ട്. ക്യാം ആൻഡ് ജെയിംസ്, റോജർ, ജാസ്പർ, റോസ്, നാൻസി, ഇത്രയും പേരാണുള്ളത്. ഇനി ഇതിൽ മരണകാരണമായത് പ്രൂ ആയിരുന്നു. പ്രൂ ജനിച്ചതിന് ശേഷമാണ് മരിച്ചതെന്ന് പറയുന്നു. ആൻഡ് ആൻഡ്രൂ എന്ന് പറയുന്ന മകനും മിസസ് റാംസെയും ഈ ഒരു സെക്കൻഡ് സെഷനിൽ മരണപ്പെട്ടു. സോ വീട്ടിലെ ഏറ്റവും വലിയ ആളായിരുന്ന, എപ്പോഴും എല്ലാവരെയും ആക്റ്റീവാക്കിക്കൊണ്ട് നടന്നിരുന്ന മിസസ് റാംസെ, അതായത് ഒരു ഹൗസ് വൈഫ് എന്നതിലുപരി എല്ലാവരെയും കാര്യങ്ങൾ നോക്കിയിരുന്ന ഒരു ലേഡി ആയിരുന്നു. അപ്പോൾ അവരുടെ മരണശേഷം അവരുടെ വീട് കംപ്ലീറ്റായി തകർന്നൊരവസ്ഥയായിരുന്നു. അതായത് ആരും നോക്കാനില്ലാതെ മൊത്തത്തിൽ നശിച്ചിരുന്നു. സോ അവരവരുടെ സമ്മർ ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ വളരെ ഭംഗിയായിട്ട് കൊണ്ടു നടന്നിരുന്ന ആ ഒരു വീടെല്ലാം നശിച്ച് ഒന്നിനും കൊള്ളാത്തൊരവസ്ഥയിലേക്കായി. സോ ബാക്കിയുള്ള ഫ്രണ്ട്സും ഗസ്റ്റും ആ ഫാമിലി മെമ്പേഴ്സ് എല്ലാം കൂടെ ഈ വിസിറ്റ് ചെയ്യാൻ പോവാണ് ഈ ഹൗസ്. അതാണ് അവിടെ പറയുന്നത്. സോ ദ ലാസ്റ്റ് പാർട്ട്, ദ ലൈറ്റ് ഹൗസ്. സോ നമ്മൾ തുടക്കം തന്നെ പറഞ്ഞിരുന്നു, ലൈറ്റ് ഹൗസ് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നൊരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴാണല്ലോ വഴക്കുണ്ടായത്. സോ ഈ ലൈറ്റ് ഹൗസ് കംപ്ലീറ്റ് ചെയ്യുന്നത് ഇവിടെയാണ്. ഇവിടെ പോകുമ്പോൾ അവരുടെ മിസസ് റാംസെ ഒന്നുമില്ല. ഇവിടെ മിസ്റ്റർ റാംസെ പ്ലാൻ ചെയ്യാണ് പോകാനായിട്ട്. ആരെയും കൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ജെയിംസിനോടാണല്ലോ വാക്ക് കൊടുത്തത്. സോ ജെയിംസും പിന്നെ അവരുടെ മകളായിട്ടുള്ള ക്യാമീലിയ. സോ ക്യാമിനെയും കൂട്ടിയിട്ടാണ് ഇവർ പോകുന്നത്. പ്ലാൻ ചെയ്യുന്നു, പോകുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, മിസ്റ്റർ റാംസെ എന്ത് കണ്ടാലും എന്തിനും ഇങ്ങനെ വഴക്ക് പറയുന്ന ഒരാളാണ്. അപ്പോൾ ഇവരിങ്ങനെ ബോട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാധാരണ ബോട്ട് കറക്റ്റായിട്ട് സെയിൽ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് എപ്പോഴും വഴക്ക് പറയുന്ന ഒരാളാണ് മിസ്റ്റർ റാംസെ. പക്ഷെ അന്നത്തെ ദിവസം മിസ്റ്റർ റാംസെ മകനായിട്ടുള്ള ജെയിംസിനെ പ്രൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നീ നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അച്ഛനും മകനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അവിടെ കംപ്ലീറ്റ് മാറി. അവരുടെ ബോണ്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. പണ്ട് ഇവരങ്ങനെ ആയിരുന്നില്ല. അതുപോലെ തന്നെ മകൾക്കും അച്ഛനോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് മാറിയിട്ടുണ്ട്. കാരണം അച്ഛനിപ്പോൾ വളരെ നല്ല മനുഷ്യനായിട്ട് മാറിയിരിക്കുകയാണ്. എന്ത് കാര്യങ്ങൾ നല്ലത് ചെയ്താൽ അത് പ്രശംസിക്കുകയും അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. അവരാഗ്രഹിക്കുന്ന പോലെ ഒരു ഫാദർ ആയതുകൊണ്ട് ഈ മക്കൾക്ക് അച്ഛനോടുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറി. സോ ഇവർ പോകുന്ന ആ ബോട്ടിൽ ഒരു ഫിഷർമാൻ ഉണ്ട്. ഫിഷർമാൻ്റെ പേര് മെക്കാലിസ്റ്റർ എന്നാണ്. മെക്കാലിസ്റ്ററിൻ്റെ മകനും ഉണ്ട്. അപ്പോൾ ഈ ബോട്ടിൽ ഇവരിങ്ങനെ പോകുന്ന വഴിക്ക് ഫിഷർമാൻ ഇങ്ങനെ ഫിഷിനെ പിടിക്കുന്നുണ്ട്. അതൊക്കെ കുക്ക് ചെയ്യുന്നു. അങ്ങനെയൊക്കെയാണ് ഇവരുടെ യാത്ര. സോ ഇത്രയും ആൾക്കാരൊക്കെ കൂടെ, അതായത് മിസ്റ്റർ റാംസെ, ക്യാം, ജെയിംസ്, മെക്കാലിസ്റ്റർ, ഫിഷർമാൻ, ഇത്രയും പേരാണ് ആ ബോട്ടിലുള്ളത്. സോ അങ്ങനെ അവരുടെ യാത്ര ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ ഗസ്റ്റിൽ ലില്ലി ബിസ്കോ. ലില്ലി ഒരു പിക്ചർ വരച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിരുന്നു. അതായത് പേർപ്പിൾ ട്രയാങ്കിൾ വരയ്ക്കുന്നുണ്ട്. മിസസ് റാംസെ ജെയിംസിന് ഒരു സ്റ്റോറി വായിച്ചു കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ചിത്രമാണ് വരയ്ക്കുന്നത്. അത് ഇൻകംപ്ലീറ്റ് ആണ്, വരയ്ക്കാൻ സാധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. സോ ലില്ലി അത് വരച്ച് കംപ്ലീറ്റ് ചെയ്ത് സക്സസ്ഫുൾ ആകുന്നതിൻ്റെ ആ ഒരു പോയിന്റിലാണ് നമ്മുടെ ഈ നോവൽ എൻഡ് ചെയ്യുന്നത്. സോ നമുക്ക് ഗസ്റ്റ് ആരൊക്കെയാണെന്ന് ഒന്നുകൂടെ നോക്കാം. ഗസ്റ്റ് 6 പേരാണുള്ളത്. ഫസ്റ്റ് ലില്ലി ബ്രിസ്കോ, ചാൾസ് സ്റ്റാൻസ്ലി, വില്യം പാങ്സ്, പോൾ റെയ്ലി, മിൻറ്റ ഡോയൽ ആൻഡ് അഗസ്റ്റസ് കാർമൈക്കിൾ. സോ ഫസ്റ്റ് ക്യാരക്ടർ ലില്ലി ആരായിരുന്നു? ലില്ലി ഒരു പെയിൻറ്റർ ആയിരുന്നു. അതുപോലെ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ലേഡി ആയിരുന്നു. ദെൻ സെക്കൻഡ് വൺ ചാൾസ് സ്റ്റാൻസ്ലി ആണ്. ചാൾസ് സ്റ്റാൻസ്ലി ഹിസ് എ പുവർ മാൻ ആൻഡ് റാംസെയുടെ ഒരു സ്റ്റുഡൻ്റാണ്. അതിലുപരി ഫുൾ ടൈം റാംസെനെ ഇങ്ങനെ പ്രൈസ് ചെയ്തുകൊണ്ടിരിക്കും. ആർക്കും റാംസെയുടെ ആ ക്യാരക്ടർ ഇഷ്ടമല്ലെങ്കിൽ കൂടെ റാംസെനെ ഓൾവേസ് ഇങ്ങനെ പ്രൈസ് ചെയ്തിരിക്കുന്നത് കൊണ്ട് റാംസെയ്ക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്റ്റുഡൻ്റായിരുന്നു ചാൾസ് സ്റ്റാൻസ്ലി. നെക്സ്റ്റ് ക്യാരക്ടർ പോളാണ്. പോളിന് ആ ഗസ്റ്റിൽ തന്നെ മിൻറ്റ ഡോയലിനോട് ഒരു അട്രാക്ഷൻ ഉണ്ട്. അപ്പോൾ അവളെ പ്രപ്പോസ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അത് കൂടുതലായിട്ടും എൻകറേജ് ചെയ്ത് കൊടുക്കുന്നത് മിസസ് റാംസെയാണ് പോളിനോട് പറയുക, നീ പോയി പ്രപ്പോസ് ചെയ്യുന്നൊക്കെ പറയുന്നത്. സോ ഇയാളെ ഒരു ബൂബി ആയിട്ടാണ് ഇവിടെ റെഫർ ചെയ്യുന്നത് മിസസ് റാംസെ തന്നെയാണ്. അതുമാത്രമല്ല ഇയാൾ ഡംപാണ്, പക്ഷേ വളരെ കൈൻഡ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു യങ് മാനാണ്. നെക്സ്റ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് മിൻറ്റ ഡോയലാണ്. മിൻറ്റ ഡോയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മിൻറ്റ ഡോയലിനെ ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും മിസസ് റാംസെ അവളെ ഇങ്ങനെ എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കും. അതുമാത്രമല്ല അവസാനം പോളുമായിട്ടുള്ള ഒരു എൻഗേജ്മെൻറ്റ് ഇവർക്ക് നടക്കുന്നു. അതായത് അത് എൻഗേജ്മെൻ്റ് അല്ല, പോളുമായിട്ട് എപ്പോഴും എൻഗേജ്ഡ് ആയിട്ടിരിക്കാനാണ് അവൾക്ക് ഇഷ്ടം. നെക്സ്റ്റ് അഗസ്റ്റസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞത്രേ ഉള്ളൂ, ഒരു ഒപ്പിയം അഡിക്റ്റ് ആയിട്ടുള്ള ഒരു പോയറ്റാണ്.
പക്ഷേ നമ്മുടെ ഈ നോവലിൻ്റെ എൻഡിൽ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസ്സസ് റാംസിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പോളും മിൻറ്റയും തമ്മിലുള്ള മാരേജ്. പക്ഷെ അത് സക്സസ്ഫുൾ ആവില്ല, അത് ഫെയിൽ ആവുകയാണ് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. പിന്നെ ഏറ്റവും വലിയൊരു വിഷമമായിട്ട് പറയുന്നത് മിസ്സസ് റാംസിയുടെ ഡെത്ത് തന്നെയാണ്. കാരണം ആ പിക്ചർ കംപ്ലീറ്റ് ചെയ്ത ശേഷം അത് കാണിക്കാനായിട്ട് മിസ്സസ് റാംസി ഇല്ലാത്തതിനെക്കുറിച്ച് ഒരു വിഷമം അവിടെ പറയുന്നുണ്ട്. ലിലി ഇങ്ങനെ മനസ്സിൽ പറയുകയാണ്, അതായത് മിസ്സസ് റാംസിയുടെ ഗോസ്റ്റ് വരികയാണെങ്കിൽ ഈ പിക്ചർ കാണിച്ചു കൊടുത്തിട്ട് അവളെ സന്തോഷവതിയാക്കാമായിരുന്നു എന്ന് ലിലി മനസ്സിൽ ഓർക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ സ്റ്റോറി എൻഡ് ചെയ്യുന്നത്.